നമ്മുടെ മുഖ്യമന്ത്രിക്ക് കണ്ണട ഉണ്ടോയെന്ന് ഞാൻ ഇടക്കിടക്ക് ശ്രദ്ധിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മൂപ്പര് ചുറ്റും അല്ല ബഹുമാനപ്പെട്ട അയ്യോ മുഖ്യമന്ത്രി. അങ്ങനെ പറയണം. കേസ് പ്രത്യേകം വന്നാ പണിയാ. പറഞ്ഞിട്ടുണ്ട് എല്ലാ മന്ത്രിമാരെയും ബഹുമാനപ്പെട്ടാന്നും ഇദ്ദേഹത്തിനെ അതിബഹുമാനപ്പെട്ടാന്നും എന്താ ഇദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് കൂടുതലാണ്. കൂടുതലാണല്ലോ. അപ്പൊ അങ്ങനെ വേണം നമ്മള് എന്താണ് സംബോധന ചെയ്യാനായിട്ട്. എഴുത്ത് എഴുതുമ്പോഴൊക്കെ ബഹുമാനപ്പെട്ടാന്ന് എഴുതണം എന്ന് പറഞ്ഞിട്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ അവർകളെന്നോ ഏറ്റവും ആദരണീയനായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജി അവർക്ക് ഞങ്ങൾ സാദരം സമർപ്പിക്കുന്ന അപേക്ഷ. ഏറ്റവും ഒടുവിലെത്തുമ്പോ ഒരു പേജിൽ അപേക്ഷ എഴുതുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ വിശേഷണം കൊണ്ട് തന്നെ ആ പേജ് നിറയും. പിന്നെ മറ്റേ കാരണഭൂതൻ എഴുതാൻ മറക്കരുത് കേട്ടോ. മുഖ്യമന്ത്രിക്കാണെങ്കിൽ കാരണഭൂതൻ, ക്യാപ്റ്റൻ എന്നൊക്കെ അതും കൂടെ ചേർക്കണം കേട്ടോ. അപ്പൊ ഇതെല്ലാവരും ഓർത്തു വെക്കണം. അത് നമ്മൾ എവിടെയെങ്കിലും കുറിച്ച് വെക്കണം. ഏതെങ്കിലും ഒന്ന് മിസ്സായി പോയാൽ അത് ചവിട്ടുകുട്ടയിലേക്ക് പോകും. നമ്മളുടെ പരാതിയോ അപേക്ഷ എന്താന്ന് വെച്ചാൽ ചവിട്ടുകുട്ടയിൽ പോകും. അങ്ങനെ വേണ്ട. അദ്ദേഹത്തിന്റെ പി എ എടുത്ത് നോക്കി അദ്ദേഹത്തിന്റെ മുമ്പിലേക്കെങ്കിലും അല്ലെങ്കിൽ പി എയുടെ കയ്യിലേക്കെങ്കിലും എത്തണമെങ്കിൽ ഇതൊക്കെ വേണം. ഒരു 4-5 വരിയിൽ അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ. പിന്നെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഖാവ്. നേരത്തെ വിജയൻ ആരോ വിളിച്ചു എന്നും പറഞ്ഞ് മടിയിരുത്തി പേരിട്ടതാ നമ്മൾ ഭയങ്കര ബഹളം പോകുന്ന മാസ്റ്റർ ഉണ്ടാക്കിയില്ലേ. അതുപോലെ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. വിജയൻ വിളിക്കരുത്. ഒരിക്കലും ആദരണീയനായ സമാരാധനായ സമരനായകനായ പടനായകനായ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഇരട്ടച്ചങ്കനായ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം. പക്ഷെ ഒരിക്കലും യാതൊരു കാരണവശാലും വിജയനെ വിളിക്കരുത്. പിന്നെ പേരല്ലേ വിളിക്കാൻ പറ്റൂ, അല്ലേ? അത് പറയാൻ പറ്റുള്ളൂ. പക്ഷേ അത് വിളിച്ചു കഴിഞ്ഞാൽ നമ്മള് ബഹുമാന്യനായ സ്റ്റാലിൻ ആരെങ്കിലും പറയോ? ഇല്ല. അത് സ്വയം ഒരു ആത്മവിശ്വാസം ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമാണത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ എല്ലാ BJPയുടെ സംബന്ധിച്ചിട്ടുള്ള നാഷണൽ സെമിനാറുകളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കലും അവിടെ അങ്ങനെ നമ്മൾ നദ്ദാജി എന്ന് വിളിക്കും. അല്ലാണ്ട് ബഹുമാന്യപ്പെട്ട ആരാധനായ സമാരാധനായ നദ്ദാജി അവകൾക്ക് തൃപ്പാദത്തിൽ വീണുകൊണ്ട് സ്വാഗതം ഒന്നും പറയാനായിട്ട് ഞങ്ങൾക്ക് സമയമില്ല. ഇത്രയും നീട്ടത്തിൽ പറയാനായിട്ട് അവരൊരു കുറയ്ക്കൂ, കൊച്ചാക്കൂ, നദ്ദാജി എന്ന് പറഞ്ഞാൽ മതി, കാര്യം പറയൂ. അത്രയും വളരെ ആൾക്കാരോട് ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്നതാണ് ഞാൻ BJPയിൽ കണ്ടിരിക്കുന്നത്. എന്തായാലും ക്യാപ്റ്റൻജിയെ കുറിച്ച് മോളെന്താ ഞാൻ പറയാൻ വന്നതിലേക്ക് വരാം. അപ്പൊ എന്തായാലും ഇത് പറയേണ്ടത് ഒരു അത്യാവശ്യമായിരുന്നല്ലോ, ഈ വിശേഷണങ്ങൾ. അതാണ് ഞാൻ അതിലേക്ക് നിന്നത്. അപ്പൊ ഈ ഞാൻ പറഞ്ഞു വന്നത് കണ്ണട ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു. കാരണം എന്താന്ന് പറയുന്നത്, ആ ചുറ്റും സ്വന്തം വകുപ്പിൽ പോലും എന്താണ് നടക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാൻ ഒരു പക്ഷെ കണ്ണുകൾ കൊണ്ട്, അതായത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഒരു പക്ഷെ സാധിക്കാൻ പറ്റാത്ത കാഴ്ച മങ്ങുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ കണ്ണടയാകുമ്പോൾ കുറച്ചുകൂടെ സൂക്ഷ്മത നമുക്ക് നൽകുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ആയിട്ട് പോലും അദ്ദേഹത്തിന് ചുറ്റും നടക്കുന്നതോ വകുപ്പിൽ നടക്കുന്നതോ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഈ നടക്കുന്നത് അത്ര സുഖകരമായിട്ടുള്ള കാര്യങ്ങളല്ല മാം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വകുപ്പിന് കീഴിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആരുണ്ടാക്കി? അവര് തന്നെ ഉണ്ടാക്കിയതാ. മുസ്ലിംസ് തന്നെ ഉണ്ടാക്കി. ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡയറക്ടറേറ്റ് കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലൊരു ഗ്രൂപ്പ് തന്നെ ഉള്ളത്. ഇതര മത സംഘടനകളുടെ ആഘോഷങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊന്നും ആശംസ ഇടാനേ പാടില്ല ഈ ഗ്രൂപ്പിൽ എന്നുള്ളതാണ്. നമുക്കറിയാം, ഓണം വന്നപ്പോ ഓണം ആഘോഷിക്കരുതെന്ന് പറഞ്ഞ ഒരു അധ്യാപിക ഒരു മെസ്സേജ് ഇട്ടത് നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി തന്നെ ഇരിക്കുമ്പോ ഓണം ആഘോഷത്തിന് പൂക്കളം ഇടരുത് സർക്കാർ ഓഫീസുകളിൽ നിന്ന് എന്നും പറഞ്ഞ് അദ്ദേഹം എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻ കൊടുത്താണല്ലോ, ഉത്തരവ് കൊടുത്തതാണല്ലോ. അപ്പൊ ഇദ്ദേഹവും അതിന് കൂട്ടു നിൽക്കുന്നുണ്ട്. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ്. അതായത് നമ്മളുടെ സംസ്ഥാനത്തിന്റെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും സാമ്പത്തിക കാര്യങ്ങൾക്കും ഉപദേശം നൽകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞത് സത്യമാണെങ്കിൽ ഒരിക്കലും അനുവാദിക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രി അതിൽ ഇടപെട്ട് അതിൽ പങ്കാളികളായിട്ടുള്ള ഗ്രൂപ്പ് അഡ്മിൻസിനെതിരെ ശക്തമായ നടപടി എടുക്കണമെന്ന് പ്രബുദ്ധ കേരളത്തിന് വേണ്ടി ഞാൻ ആവശ്യപ്പെടുകയാണ്. മുഖ്യമന്ത്രി ഇന്ന് തന്നെ താങ്കൾ ഇതിൽ ഇടപെടണം. അല്ലെങ്കിൽ ഞങ്ങൾ അത് കംപ്ലൈന്റുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് നിർബന്ധിതരാകും. ഹൈക്കോടതിയിലും പറ്റും. അപ്പോൾ ഈ ഗ്രൂപ്പില് ജൂലൈ 4 വായനാ ദിനത്തോടനുബന്ധിച്ച് ഡയറക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ഒരു പരിപാടിയിൽ ഉദ്യോഗസ്ഥ ഷംജു BK എന്ന് പറയുന്നത് ഹിന്ദു ക്രൈസ്തവ വിശ്വാസങ്ങളെ പരസ്യമായി അവഹേളിച്ചു. അതിൽ വന്ന ഒരു വിഷയം ഇങ്ങനെയാണ്: പാളയം ജംഗ്ഷനിൽ യേശുവും കൃഷ്ണനും നബിയും ഗോലി കളിച്ചപ്പോൾ നബി ജയിച്ചു. തോറ്റ കൃഷ്ണനോടും ക്രിസ്തുവിനോടും മുട്ടുവയ്ക്കാൻ നബി ആവശ്യപ്പെട്ടപ്പോൾ കൃഷ്ണൻ മുണ്ട് പൊക്കി കാണിച്ചു.
കെട്ടിടത്തിന്റെ മുകളിൽ ഓടിക്കയറിയ ക്രിസ്തു മുണ്ട് പൊക്കല്ലേ എന്ന് ആവശ്യപ്പെട്ടു. ഈ നിൽപ്പാണ് പാളയം പള്ളിക്ക് മുന്നിൽ കാണുന്ന ക്രിസ്തു രൂപം എന്നുള്ളതാണ്. എത്രത്തോളം അശ്ലീലപരമായിട്ടുള്ള, എത്രത്തോളം മറ്റു മതങ്ങളെ അപമാനിക്കുന്ന ഒരു കുറിപ്പാണ്, ഒരു രീതിയാണ്, ഈ പ്രസംഗമാണ് ഈ പറയുന്ന ഷംജു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അവിടെ നടത്തിയത്. എന്ത് നടപടി എടുത്തു? ഒരു നടപടി എടുത്തില്ല. നടപടി എടുക്കുമെന്ന് മാമിന് തോന്നുന്നുണ്ടോ? നടപടി എടുപ്പിക്കണം. കാരണം എനിക്ക് ധാരാളം, എനിക്ക് പറയാൻ അങ്ങനെ ഇഷ്ടമല്ല. ഞാൻ എപ്പോഴും പറഞ്ഞ മുസ്ലിം ഫ്രണ്ട്സ്, ക്രിസ്ത്യൻ ഫ്രണ്ട്സ് എന്ന് പറയാൻ എനിക്ക് ഇഷ്ടമേ അല്ല. എനിക്ക് ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്. അവരാരും ഇങ്ങനെ ചിന്തിക്കുന്നവരല്ല. അവരെ പോലും നമുക്ക് സംശയത്തിൻ്റെ നിഴലിൽ നിർത്തേണ്ട അവസ്ഥയിലേക്കാണ് കുറച്ച് പേര് നമ്മുടെ കേരളത്തിനെ മുന്നോട്ട് കൊണ്ടുവന്നത്. ഇവർക്ക് ഇപ്പൊ തന്നെ മുഖ്യമന്ത്രി കടിഞ്ഞാണിട്ടില്ല എങ്കിൽ അതൊരു വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. ഈ പച്ച ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉടനെ തന്നെ മുഖ്യമന്ത്രി ഡിസ്മാൻഡിൽ ചെയ്യണം. ഈ ഷംസു എന്ന് പറഞ്ഞ് ഇത്രയും ഹീനമായ സംജു എന്ന് പറഞ്ഞ് ഇത്രയും ഹീനമായ വാക്കുകൾ എഴുതിയ അദ്ദേഹത്തിനെതിരെ നടപടി വകുപ്പ് തലത്തിലും ഉണ്ടാകണം, ഹൈക്കോടതിയിൽ നിന്നും അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകണം. കാരണം നമ്മളെല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം കുറച്ച് നാൾ മുമ്പ് വരെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴെങ്ങനെയാണ് ഈ ചിന്തകൾ വരുന്നത്? ഈ ഇടയ്ക്ക് ഒരു ആഘോഷത്തിന് വേണ്ടിയിട്ട് ഒരു ടെൻഡർ വിളിച്ചപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നു ഹലാൽ ചിക്കൻ ആണ് ആ ടെൻഡറിൽ അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായപ്പോൾ അത് മാറ്റി. ഇവരുടെ മനസ്സിൽ നിലനിൽക്കുന്ന വിചാരങ്ങൾ ആൾക്കാരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ നോക്കരുത്. പ്രശസ്ത ഗായികയായ ഭാരതരത്നം പോലുള്ള അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ള ഗായിക ലതാ മങ്കേഷ്കർ മരിച്ചപ്പോൾ ഒരാൾ വന്ന്, നമ്മുടെ ഒരു വിശ്വവിഖ്യാതനായ നടനാണ്, എന്താ കാണിച്ചത്? തുപ്പയല്ലേ ചെയ്തത്. അവരുടെ ആചാരപ്രകാരം പരസ്യമായിട്ട് അങ്ങനെ ചെയ്യാമോ? വേണമെങ്കിൽ തുപ്പണമെങ്കിൽ ഉള്ളിലൊന്നും തുപ്പിയാൽ മതിയല്ലോ, അല്ലെങ്കിൽ പുറത്തും തുപ്പിയിട്ട് വന്നാൽ മതിയല്ലോ. ഓരോരുത്തർക്കും ഓരോ ആചാരങ്ങളുണ്ട്. നമ്മൾ ഏറ്റവും ഭവ്യതയോടെ മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ മൃതശരീരത്തിനോട് ഏറ്റവും ആദരവോടുകൂടി പെരുമാറുന്നൊരു സമയമാണ്. ഓരോരുത്തർക്കും ഓരോ വിശ്വാസമുണ്ട്. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ നമ്മൾ പ്രതികരിക്കില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അടുത്ത് വന്ന് നിന്ന് അങ്ങനെ കാണിച്ചത്. അതിപ്പോഴും പലരുടെയും മനസ്സിൽ ഒരു വിഷമമായിട്ട് നിലനിൽക്കുന്നുള്ളതാണ്. 2 ദിവസം മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ ഈ ഹലാൽ ബിരിയാണിയുടെ കാര്യം സംസാരിച്ചപ്പോൾ ഒരാൾ പറയുകയുണ്ടായി, എന്തിനാണ് മാഡം ഹലാൽ ബിരിയാണിയെ കുറിച്ച് പറയുന്നത്? ലതാ മങ്കേഷ്കർ ജി നമ്മളുടെ ഗാനഗോകുലം മരിച്ചു കിടക്കുമ്പോൾ അടുത്ത് വന്ന് തുപ്പാൻ ധൈര്യം കാണിച്ച ഒരു പ്രശസ്ത നടനുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിലധികവും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതെന്ന്. പക്ഷെ ഈ പറയുന്നത് കൊണ്ട് വേറെ ഒരു മുസ്ലിമായിട്ട്, യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കുന്ന ആരും കുറിച്ചല്ല പറയുന്നേ. പക്ഷെ നിങ്ങൾക്കിടയിലും കുറച്ച് പേർ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, ഞങ്ങളുടെ മനസ്സിൽ ആശങ്കയുണ്ടാക്കാൻ വേണ്ടി കാര്യങ്ങൾ നടത്തുന്നു എന്നുള്ള കാര്യം അറിയണം. ഒരിക്കലും മനസ്സിൽ നിന്ന് പോവാത്ത കാര്യം വേറൊന്നുണ്ട് മോളെ. ഒരു കുഞ്ഞു കൊച്ച്, ആ കുഞ്ഞിനെ അതൊന്നും അറിയില്ല. ഇപ്പോഴും ആ കുഞ്ഞിൻ്റെ മുഖം മാസ്ക് ചെയ്താണ് കാണിക്കുന്നത്. കുന്തിരിക്കം വാങ്ങിക്കോ, അവിലും മല്ലും വാങ്ങിക്കോ, കുന്തിരിക്കം കരുതിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുഞ്ഞിനത് പറയാനറിയോ? കുന്തിരിക്കം എന്താണെന്നറിയില്ല, അവലും മലരും എന്താണെന്നറിയില്ല. അവനെ പഠിപ്പിച്ച് കൊണ്ടുവന്ന് നിർത്തി. കൊച്ചു കുഞ്ഞായത് കാരണം ആ കുട്ടിയുടെ പേരിൽ ഒരു കേസും ഉണ്ടാകുകയില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ അച്ഛൻ്റെ തോളിലിരുന്നാണ് അവനെന്തൊരു ആഹ്ലാദം പോലെയാണ് വിളിക്കുന്നത്. അവനൊന്നും അറിയില്ല. ജനക്കൂട്ടമാണല്ലോ, ജനക്കൂട്ടം കാണുമ്പോ എന്തോ വലിയ സംഭവം, ആൾക്കാരൊക്കെ ഉറക്കെ വിളിക്കുന്നു. ആ കുട്ടിയുടെ മനസ്സിൽ അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് ഈ മതാന്ധത എന്ന് പറയുന്ന വികാരം. അതെ. അപ്പൊ ആ കുട്ടിയുടെ അച്ഛനമ്മമാർ ചെയ്ത്, ആ കുട്ടിയോട് ചെയ്ത് എന്തൊരു വലിയ ദ്രോഹമാണ് അല്ലേ? ഒന്നെട്ടും പൊട്ടും തിരിയാത്ത ആ കുഞ്ഞിനെ ഒരു ആൾക്കൂട്ടത്തിന്റെ നടുക്കിൽ കൊണ്ടുവന്നൊരു സെലിബ്രിറ്റിയെ പോലെ ആൾക്കാർ ആർത്തു വിളിക്കുന്നു. അവനത് കേട്ട് സന്തോഷിക്കുന്നു. ഞാനെന്തോ പറയുന്നു, ചുറ്റുമുള്ള അങ്കിൾസൊക്കെ കണ്ട് കൂടെ പറയുന്നു ഞാനെന്തോ വലിയ കക്ഷിയായിരുന്നു. പക്ഷെ വലുതായി കഴിയുമ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ ആ ചിത്രത്തിനുണ്ടാക്കാൻ പറ്റുന്ന ആഘാതത്തെക്കുറിച്ച് ആ അച്ഛൻ ആലോചിച്ചില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. ഒരുമിച്ച് കൊച്ചു കേരളത്തിൽ, ഗോഡ്സ് ഓൺ കൺട്രിയിൽ ക്രിസ്ത്യനോ മുസ്ലിംനോ ഹിന്ദു എന്നൊരു വേർതിരിവില്ലാണ്ട് ചേർത്ത് പിടിച്ച് ജീവിക്കണം അല്ലേ? പക്ഷെ ആ ചേർത്ത് പിടിക്കൽ ഹൈന്ദവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോഴും ഒരകലം പാലിച്ച് നിൽക്കുന്നത് മറ്റു മതവിഭാഗങ്ങളാണ്. ഇല്ല, ആ മതവിഭാഗത്തിൽ എല്ലാവരും അല്ല മോളെ എല്ലാ മതവിഭാഗത്തിലും ഒരു 5% അതിൽ താഴെയുള്ള ആൾക്കാർ ഈ വളരെ
മതത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നുണ്ടാവും. അവരെ മാറ്റി നിർത്തുകയാണെങ്കിൽ ബാക്കിയുള്ളവരെല്ലാവരും സ്നേഹത്തോടും സാഹോദര്യത്തോടും ഒരുമിച്ച് ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഈ 5% കൊണ്ട് ബാക്കി എല്ലാവരുടെയും ജീവിതം ദുസ്സഹാവുകയല്ലേ, പേടിയാകുകയല്ലേ, പരസ്പരം വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ. എൻ്റെ ഇപ്പം നമ്മൾ കാശ്മീരിലൊക്കെ കണ്ടിട്ടില്ലേ, തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ് ഇവൻ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ് വന്ന് തല വെട്ടുന്നത്. അദ്ദേഹമാണ് രക്തം പുരണ്ട അരി, ആ ഭർത്താവിൻ്റെ രക്തം പുരണ്ട അരി ആ ഭാര്യയെ കൊണ്ട് കഴിപ്പിക്കുന്നത്. നമുക്ക് ആരെയും വിശ്വസിക്കണം, ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ജീവിതം എന്തുമാത്രം ദുഃഖകരമാവും. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ പേടിയാവും. നമ്മളുടെ ബസ്സിലോ ട്രെയിനിലോ അല്ലെങ്കിൽ നടന്നു പോകുമ്പോഴോ കൂടെ നടക്കുന്ന ആള് ആരാണെന്ന് അറിയാണ്ട് നമ്മൾ വേവലാതിപ്പെടുന്നൊരവസ്ഥയുണ്ടാവും. അത് ജനജീവിതം ദുസ്സഹമാകും. അതൊന്നും വേണ്ട. എല്ലാവർക്കും ജീവിക്കാനുള്ള സ്ഥലം കേരളത്തിലുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിപിടിക്കാണ്ടും കൂട്ടിമുട്ടാണ്ടൊക്കെ അങ്ങനെ ജീവിച്ചാൽ പോരെ? ഉറപ്പായിട്ടും അത് മതി. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ പച്ച വെളിച്ചം പോലുള്ള പോലീസ് ഗ്രൂപ്പിൽ ഇത്തരത്തിലൊരു ഇതുണ്ടായിരുന്നു, പക്ഷെ അതിനെതിരെ നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പൊ മാം പറഞ്ഞിട്ടുള്ള ഈ ഹലാലിന്റെ പ്രശ്നം അത് നടന്നു. ഇനി അത് ഉണ്ടാവാതിരിക്കാനുള്ള ശ്രദ്ധ അവിടെ പോയിട്ടില്ല. അന്ന് അത് പ്രക്ഷോഭം കാരണം മാറ്റിവെച്ചിട്ടുണ്ടാവും. പക്ഷെ ഇനി അത് ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു രീതി അല്ലെങ്കിൽ അതിനുള്ള നടപടിക്രമങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല. തുടർന്ന് ഉണ്ടാകുന്ന ഈ സംഭവവികാസങ്ങളെല്ലാം ഇത്തരത്തിൽ തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ 10 വർഷം ഭരിക്കുമ്പോൾ എന്ത് മാറ്റമാണ് ഈ അതായത് നമ്മൾ ജീവിച്ചും മരിച്ചും മണ്ണടിഞ്ഞു പോകുന്നതിന് മുമ്പ് നമ്മുടെ ഒരു കയ്യൊപ്പ് വേണമെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ആ കയ്യൊപ്പ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ വർഗീയമായിട്ട് ജനങ്ങളെ തിരിച്ചുവിടുന്ന രീതിയിലാകരുത് ദൈവമേ എന്ന് നമ്മൾ സ്വയമേവ ചിന്തിക്കാറുണ്ട്. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഒരിക്കലും അതുണ്ടാവില്ല എന്ന് പറയുന്ന എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് ചേർത്ത് നിർത്തേണ്ട ആൾക്കാരിൽ നിന്ന് ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പ്രത്യേകിച്ചും ഒരു മതവിഭാഗത്തിനെതിരെ മാത്രം ബാക്കി എല്ലാവരെയും ഞങ്ങൾ ഒരുമിച്ചുണ്ടെന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുമ്പോൾ ഭൂരിപക്ഷ സമുദായങ്ങളെ വിഘടിപ്പിച്ചും അവരുടെ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കിയും ഈ നടത്തുന്ന പിണറായി സഖാവല്ല ബഹുമാന്യനായ എത്രയും ആദരണീയനായ ശ്രീ പിണറായിയുടെ പേര് ചരിത്രത്തിൽ എന്ത് സ്ഥാനമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക? സ്റ്റാലിൻ്റെ ഭരണം മാറിയപ്പോൾ വലിച്ചിറക്കി ആ പ്രതിമ നിലത്തിട്ട് ആളുകൾ അതിൻ്റെ മുകളിൽ എന്തൊക്കെയാണ് കാണിച്ചിരുന്നത്. ഇതൊക്കെ ഇദ്ദേഹം ഒന്ന് ഓർത്താൽ അദ്ദേഹത്തിന് ഇങ്ങനെയൊന്നും ചെയ്യാൻ തോന്നില്ല. എല്ലാവരെയും ചേർത്ത് പിടിക്കുക. ഞാനും എൻ്റെ കുറച്ച് പേരും, ഞാനും എൻ്റെ ആളും 40 പേരും. അതുപോലെയാണ് ഇപ്പോഴത്തെ സ്ഥിതി. പേടി തോന്നുന്നൊരവസ്ഥയിലേക്ക് കേരളത്തിലെ കാര്യങ്ങൾ അല്ല. എനിക്ക് പേടിയൊന്നുമില്ല കേട്ടോ. ഞാൻ സാധാരണക്കാരായ നല്ല ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ള ആൾക്കാരെ കുറിച്ച് പറഞ്ഞ് എനിക്കൊരു പേടിയില്ല. ഒന്നിനെയും പേടില്ല. സത്യസന്ധമായിട്ട് ജീവിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് 3 പ്രാവശ്യം പറയുന്നു. അമ്പലത്തിൽ പോയാൽ അത് തന്നെ പറഞ്ഞു. എനിക്ക് ഒരു പേടിയില്ല. പക്ഷേ സാധാരണക്കാരുടെ മനസ്സിൽ പേടി തോന്നുന്ന ധാരാളം കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഇവരിത് തെറ്റ് തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ബാലറ്റ് പേപ്പറിൽ കൂടെ ഇവർക്ക് ഇതിനുള്ള ഉത്തരം കൊടുക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംഭാഷണം ഞാനിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.